ഐഫോൺ വെച്ചും പറ്റും. കാര്യം നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇപ്പം ലക്ഷങ്ങൾ വില കൊടുത്തൊരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടാകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂട്ടി, അതായത് നിങ്ങൾക്ക് അവരെ പോലെ ആവണോ ഇവരെ പോലെ ആക്കണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ സ്കിൻ കണ്ടില്ലേ ഗ്ലോ ആവുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഗ്ലോ ആവണോ ടാൻ മാറ്റണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് നമ്മുടെ ഇതിൽ വരും, DM-ൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാണാം. അതുകൊണ്ടാണ് പറഞ്ഞത്, പലരും പലതും പറയും, പക്ഷെ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ടൈം, ഇതൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് ഒരു വലിയ കാര്യമാകേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടുവന്നൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കല്ല നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പം ഈ വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ടോ? ഞാൻ ഒരുപാട് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഗാഡ്ജറ്റ്സ് വാങ്ങാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യ സമയങ്ങളിലൊന്നും ഞാൻ ഈ ഗാഡ്ജറ്റ്സ് മേടിക്കുന്ന സമയത്ത് ചിന്തിക്കാറില്ലായിരുന്നു ഈ ഗാഡ്ജറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാധനം കൊണ്ട് എനിക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കാതെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതുകൊണ്ട് പിന്നീട് യൂസ് ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാതെ വരുമ്പോഴത്തേനും മനസ്സിലാവും ഇത് വേസ്റ്റ് ഓഫ് മണി ആണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം. സോ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഐഫോൺസ്, ഇപ്പം പുതിയ ഐഫോൺസ് ഇറങ്ങുന്നുണ്ട്, പല അതായത് നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. സോ ഇങ്ങനെ ഐഫോണും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത്, നല്ല റേറ്റുള്ള ഫോൺസ് ഒക്കെ ഇറങ്ങുന്ന സമയത്ത് കുറേ ആൾക്കാർ പോയിട്ട് മേടിക്കുന്ന കാണാം. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് വാങ്ങിക്കുന്നതായിരിക്കാം. ചിലരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഷോ കാണിക്കാൻ വേണ്ടി, ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ വാങ്ങാറുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ജോലി കിട്ടിയ ഉടനെ തന്നെ EMI ഇട്ടൊക്കെ ഫോൺ മേടിക്കുന്നത് കാണാം, ഐഫോണും കാര്യങ്ങളൊക്കെ തന്നെ. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. കാര്യം നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് കൊണ്ട് എനിക്ക് യൂസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതായത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ PC ഞാൻ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത PC ആണ്. ഏകദേശം 55-60 ആ റേഞ്ചാണ് എനിക്ക് PC ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ആയത്. എനിക്കിതിന് മുമ്പ് വേറൊരു PC ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കിയ സമയത്ത് എനിക്കതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എല്ലാം മാറേണ്ടി വരും, അതിനകത്തെ ഓൾ പാർട്സ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സിസ്റ്റം വേറെ ബിൽഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബാക്കിൽ കാണുന്ന എൻ്റെ PC ബിൽഡ് ചെയ്തത്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ PC ബിൽഡ് ചെയ്തതിന് മുമ്പായിട്ട് എൻ്റെ കയ്യിൽ ഒരു PC ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫണ്ട് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഒരു ഐഫോൺ എടുക്കണോ അതോ PC ബിൽഡ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. കാര്യം എനിക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് ഐഫോൺ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഐഫോൺ വേണം, അതുപോലെ തന്നെ ഈ പറഞ്ഞോട്ട് എല്ലാവരുടെയും മുന്നിൽ കാണിക്കാം ഐഫോൺ എടുത്തിട്ട് എൻ്റെ ഐഫോൺ ഉണ്ട് അടക്കട്ടില്ലേ. അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു നടക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഉള്ളിൽ. അപ്പോഴും ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞാൽ, എനിക്ക് ഐഫോൺ എടുത്താൽ ഗുണമുണ്ടാവുമോ അതോ ഇല്ലയോ? അതായത് ഞാൻ എടുത്തിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എടുക്കണോ അതോ എനിക്കിതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവണം എന്ന രീതി ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ്, ഞാൻ ഗെയിംസിനെ കണ്ടന്റ് ചെയ്യാറുണ്ട്, പല കണ്ടന്റുകൾ ചെയ്യാറുണ്ട് യൂട്യൂബിലും അല്ലാതെയൊക്കെ. അപ്പം എൻ്റെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഐഫോൺ ആണോ അതോ ഒരു PC ആണോ എന്ന് ഞാൻ ചിന്തിച്ചു. അതായത് ഒരു 100 തവണ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റാണ് ഞാൻ തീരുമാനിക്കുന്നത് ഐഫോൺ വേണ്ട, പകരം PC വേണോ എന്നുള്ള കാര്യം. കാര്യം PC മേടിച്ച് കഴിഞ്ഞാൽ PC വെച്ചിട്ട് എനിക്ക് അതിനോട് വർക്ക് ചെയ്ത് ഐഫോൺ മേടിക്കാനുള്ള ഫണ്ട് എനിക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഐഫോൺ വെച്ചും പറ്റും. കാര്യം നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ഇപ്പം ലക്ഷങ്ങൾ വില കൊടുത്തൊരു ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ആ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടാകുന്നതെന്ന്. ഇപ്പം നിങ്ങളുടെ നോർമൽ പർപ്പസിന് വേണ്ടി നിങ്ങളൊരു ഐഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വൃത്തിയല്ല. സത്യം പറഞ്ഞാൽ ആഗ്രഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് മേടിക്കാം, അതൊക്കെ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു വൃത്തായിട്ടുള്ള കാര്യമല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന് പകരമായിട്ട് നിങ്ങളുടെ നോർമൽ യൂസിനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ കിട്ടും. 25,000 രൂപ 30,000 രൂപയുടെ താഴെ നല്ലൊരു സ്മാർട്ട് ഫോൺ കിട്ടും. ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മോട്ടറോള G64 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഫോണിലാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 15,000 രൂപയേ ഉള്ളൂ. 15,000 രൂപയ്ക്ക് 12 GB റാമും 256 GB സ്റ്റോറേജ് വരുന്നുണ്ട്. 5G ഫോണാണ്. അതുപോലെ തന്നെ 50 MB 2 ക്യാമറ വരുന്നുണ്ട്. OIS സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ EIS സപ്പോർട്ടാണ്. അപ്പം അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്, കുഴപ്പമില്ലാത്ത വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല പ്രൊസസ്സറും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു MediaTekൻ്റെ Dimensity 7025 എന്തോന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഓറിയൻറ്റഡ് കിട്ടിയ നല്ലൊരു ഫോണാണ്. പിന്നെ
നമ്മളൊരു വില കൂടിയ ഫോൺ എടുത്താൽ ഇപ്പം ഐഫോൺ ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഏതായാലും വില കൂടിയ ഫോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് ചിലപ്പോൾ EMI ഇട്ടായിരിക്കും നമ്മൾ ഫോൺ എടുക്കുന്നത്. അപ്പം EMI ഇട്ട് ഇത്ര ഫോൺ വില കൂടിയ ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ട് ലൈൻ വല്ലതും വീണ് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ പറഞ്ഞ തൊട്ട് വാറൻറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, കാര്യം ഇപ്പോൾ ഐഫോൺ ഒരുപാട് പ്രീ യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ആക്ടിവേറ്റഡ് വാറൻറ്റി ഇല്ലാത്ത പീസുകൾ ഒരുപാട് സെല്ല് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതൊക്കെ പോയി ആൾക്കാർ ഒരുപാട് മേടിക്കാറുണ്ട്. അതിനൊന്നും വാറൻറ്റി ഉണ്ടായിരിക്കത്തില്ല. ഇൻ കേസ് അപ്ഡേറ്റ് ചെയ്തിട്ട് വല്ല ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് പൈസ ഇട്ട് ചിലവാക്കി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളൊരു ഐഫോൺ അല്ലെങ്കിൽ മറ്റേതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത് കൊണ്ട് എനിക്ക് യൂസ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. ഐഫോൺ ശരിക്കും പറഞ്ഞാൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ബെസ്റ്റ് ഓപ്ഷനാണ്, ഞാൻ ഒന്നും പറയത്തില്ല. ഐഫോണും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെയൊക്കെ ടോപ്പ് ലെവൽ ഫോൺസൊക്കെ കണ്ടൻറ്റ് ക്രിയേഷന് ബെസ്റ്റാണ്. അതിൻ്റെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. സോ നിങ്ങൾ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഐഫോണിലോട്ട് പോകാം. അത് മറ്റേതിനും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞെന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പൈസ ഈ ചിലവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ₹1 നിങ്ങൾ ചിലവാക്കുമ്പോൾ അത് വെറുത്തായിട്ടുള്ള കാര്യത്തിന് മാത്രം ചിലവാക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കാര്യഗൗരവമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. എനിക്ക് വലിയതായിട്ട് വലിയ ടെക്കിയ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എനിക്കറിയാവുന്നൊരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. കാര്യം ഈ അടുത്ത സമയത്തായിട്ട് ഞാൻ കുറേ റീൽസ് കാണുന്നുണ്ട്. അതായത് EMI ഇട്ടാണെങ്കിലും അല്ലാതൊക്കെ ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ പോലും EMI ഒക്കെ ഇട്ട് വെറുതെ ഐഫോണൊക്കെ എടുക്കുന്നുണ്ട്. ഐഫോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ശരിക്കും അവർക്കത് കൊണ്ട് യൂസ് ഉണ്ടോ ഇല്ലെന്നുള്ള എനിക്കറിയത്തില്ല. പക്ഷേ നമ്മളെപ്പോഴും ഒരു സാധനം മേടിക്കുമ്പോൾ നമുക്കതുകൊണ്ട് യൂസ് ഉണ്ടായിരിക്കണം. ഇപ്പം കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവർ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ കണ്ടൻറ്റ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഐഫോണിന് പകരം അവർക്ക് വേറെ സാധനം എടുക്കാം, അല്ലെങ്കിൽ പുതിയ മോഡൽസ് പുതിയ വണ്ടികളൊക്കെ എടുക്കാൻ പറ്റും ആ പൈസ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ₹1 ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം നോക്കാം. ഇപ്പം 25,000 താഴെ അല്ലെങ്കിൽ 30,000 താഴെ നല്ല നല്ല ഫോണുകൾ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ മോട്ടറോളയുടെ G64 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഫോൺ എടുക്കാൻ നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 20,000 താഴെയാണ്. ആ 20 താഴെ ഞാൻ കുറേ ഫോൺ നോക്കി, യൂസ്ഡ് ഫോൺ നോക്കിയായിരുന്നു, S സീരീസ് നോക്കി, സാംസങ്ങിൻ്റെ എല്ലാം നോക്കി. പക്ഷേ എനിക്ക് ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിന് കിട്ടിയതിൽ പുതിയ ഫോൺ, അതായത് സാംസങ്ങിൻ്റെ S സീരീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൽ പുതിയ ഫോൺ എടുക്കാൻ പറ്റത്തില്ല, യൂസ്ഡ് എടുക്കാൻ പറ്റത്തുള്ളൂ വിത്തൗട്ട് വാറൻറ്റി വരുന്ന മോഡൽസ്. അതിൽ ലൈൻ എല്ലാം വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വീണ്ടും പൈസ ഇട്ട് നമ്മൾ ലൈൻ മാറ്റണം, അങ്ങനെയൊക്കെ അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ പുതിയ ഫോണിലോട്ട് തന്നെ പോയി. അപ്പം ഒരു വെർത്തായിട്ടുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്താലും ഒരു 100 തവണ നിങ്ങൾ ചിന്തിക്കുക, ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊരു 100 തവണ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ മണി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് ആണെങ്കിലും നിങ്ങളുടെ ടൈം ആണെങ്കിലും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കിതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം. ഉപകാരപ്പെട്ടാൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാവരും പറയാറില്ല, ചില ടെക് യൂട്യൂബേഴ്സ് മാത്രമേ അത് ഓപ്പണായിട്ട് പറയാറുള്ളൂ. എല്ലാവരും പറയാറില്ല, ചില യൂട്യൂബേഴ്സ് മാത്രമേ അത് പറയാറുള്ളൂ, ചില ക്രിയേറ്റേഴ്സ് മാത്രമേ അത് പറയാറുള്ളൂ. അതായത് നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടല്ലോ എന്ന് നോക്കണം. അതായത് ഇപ്പോൾ കുറേ ആളായിട്ട് ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ നോക്കുന്ന സമയത്തേ ഞാനിങ്ങനെ എന്താ പറയുക, ചില ബ്യൂട്ടി പ്രോഡക്റ്റ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്യൂട്ടി, അതായത് നിങ്ങൾക്ക് അവരെ പോലെ ആവണോ ഇവരെ പോലെ ആക്കണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ സ്കിൻ കണ്ടില്ലേ ഗ്ലോ ആവുന്നത്, അതുപോലെ നിങ്ങൾക്ക് ഗ്ലോ ആവണോ, ടാൻ മാറ്റണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് നമ്മുടെ ഇതിൽ വരും, DM-ൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ലിങ്ക് എന്നൊക്കെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഓരോന്നൊക്കെ വാങ്ങി തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ പറയുന്നതായിട്ട് നമ്മൾ ഓരോ മരുന്നൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ക്രീമൊക്കെ വാങ്ങിച്ച് മുഖത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഇതാവും ലാസ്റ്റ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പലരും പലതും പറയും, പക്ഷെ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ടൈം, ഇതൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്. അപ്പം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു 100 തവണയെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സംസാരം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം എല്ലാ കണ്ടന്റും ഇടാറുണ്ട്. ഇതിനകത്ത് ടെക് പരമായിട്ടുള്ള ടോക്ക് ഞാൻ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഞാൻ വ്ളോഗിങ് ചെയ്യാറുണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. കാര്യം ഓൾറെഡി തന്നെ എനിക്കൊരു 2 ചാനൽസ് വേറെ ഉണ്ട്. ഞാനതിൽ ചെയ്യുന്ന കണ്ടൻറ്റ് വേറെ കണ്ടൻറ്റാണ്. അപ്പം ഞാനത് റിവീൽ ചെയ്യുന്നില്ല ഇവിടെ. ആ ചാനലിൽ ഞാൻ ഫേസ് കാണിക്കുന്നില്ല. ഞാൻ വോയിസ് ഓവർ കണ്ടൻറ്റാണ് ഞാനത് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ള ടൈം അല്ലെങ്കിൽ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്ത് വേണമെങ്കിൽ തുറന്ന് പറയാം. ഈ വീഡിയോ ഒന്ന് എത്ര പേര് കാണുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ആരും കാണാൻ പോകുന്നില്ല ഈ വീഡിയോ. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ കേൾക്കുന്നു എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതിൽ പകരം ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കി വായിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് പറയാനുള്ളത് അത് നേരിട്ടങ്ങ് പറയാം, അത്രേ ഉള്ളൂ. അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളതും ഇനി അങ്ങോട്ട് പറയാനായിട്ടുള്ളതും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തെ പറഞ്ഞോട്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.